ആട് ഫാമിംഗ് രംഗത്ത് വിപണന സാധ്യത കൂടുതലുണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. വീടുകളിൽ കുറച്ചിങ്ങനെ കൃഷി ചെയ്യുന്നു, അതിന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ കിട്ടിയ വിലക്ക് കൊടുക്കുന്നു. ആ ഒരു ആലോചനയിൽ നിന്നാണ് ഇത് ലാഭകരമാണോ എന്ന ചിന്ത ഉണ്ടാകുന്നത്. എന്നാൽ നമ്മൾ വിപണി പഠിച്ച് നല്ല രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ വിപണി മൂല്യമുണ്ടോ എന്നത് നല്ലൊരു ചോദ്യം തന്നെയാണ്. ആടിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് വിൽപ്പനക്ക് പറ്റിയതാണ്. ആടിന്റെ ഇറച്ചി, പാല്, ആടിന്റെ കാഷ്ടം വരെ നല്ല വില കിട്ടുന്നതാണ്. മാത്രമല്ല ആട് രംഗത്ത് വിപണിയിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വേറെ ഏത് കൃഷിയാകട്ടെ, വേറെ മൃഗപരിപാലനമാകട്ടെ, ഇതിന് നമുക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പൊ മുട്ടയാണെങ്കിൽ തമിഴ്നാടിൽ നിന്നൊക്കെ, നാമക്കൽ നിന്നൊക്കെ മുട്ടയുടെ വരവ് അത് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അതുകൊണ്ട് മുട്ട ഉൽപാദനത്തിന് നാട്ടിൽ വില ഇല്ല. പാലാണെങ്കിലും കർണാടകയിൽ നിന്ന് വരുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, ഗുജറാത്തിൽ നിന്ന് പോലും കേരളത്തിലേക്ക് പാല് എത്തണം. പച്ചക്കറി ആണെങ്കിൽ പച്ചക്കറി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. എന്നാൽ ആടിന്റെ കാര്യത്തിൽ മാത്രം, ആട്ടും പാലായാലും മാംസമായാലും വളർത്താനുള്ള ആടുകളായാലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നില്ല. എന്നാൽ ഇവിടെ നല്ല വില ഉണ്ട്, ആവശ്യക്കാരുണ്ട്. ഒരു പ്രസവത്തിനായാലും അല്ലെങ്കിൽ ഏതെങ്കിലും നേർച്ചകൾക്കായാലും അഖീഖത്തിനായാലും ഒക്കെ, ഉളഹിയത്തിനൊക്കെ ആട് ആവശ്യമുണ്ട്. അതിനനുസരിച്ച് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കോമ്പറ്റീഷൻ ഇല്ല. അത് നമുക്ക് നല്ല ഒരു സാധ്യത തന്നെയാണ്. എന്തുകൊണ്ടും ആട് വളർത്തല് നമ്മൾ വളരെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ല ലാഭമുള്ള ഒരു സംഗതി തന്നെയാണ്. കൂടുതലായി നമ്മുടെ അധ്വാനം ഉണ്ടെങ്കിൽ കൂടുതൽ ലാഭം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.